അതെ, ഇന്ന് ഞാൻ നിങ്ങളെ ഒന്ന് മധുരിപ്പിക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഞാനിങ്ങനെ ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ കറികൾ അതൊക്കെയല്ലേ ഇടണം. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഒന്ന് മധുരിപ്പിച്ചുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ക്യാരറ്റ് കീർ. കീർ എന്ന് പറഞ്ഞാൽ അറിയൊരു പായസം. പക്ഷെ അതങ്ങനെ വളരെ വാട്ടറി ആയിരിക്കില്ല, വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ കീർ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാൻ ഒരു 2 ടീസ്പൂൺ പച്ചരി കുതിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 3-4 മണിക്കൂർ കുതിർത്തുക. അത് ഈ മിക്സിയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ഒരു 12 കാഷ്യൂ ഇതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം. ഇപ്പോൾ ഇതിനെ ഒന്ന് നന്നായി പൊടിച്ചു. ഒരുപാട് അരഞ്ഞു പോകരുത്, അതേമാതിരി ഒരുപാട് പൊടിഞ്ഞ് ഭസ്മമാരി ആവരുത്. ഇത് ആ പായസത്തിലേക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും, ചെറിയൊരു തിക്നെസ്സും കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കണം. ഇപ്പം ഞാൻ ഒരു തവ വെച്ചു, അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഈ നെയ്യിൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ വറുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പ് ഒരുപാട് ചൂടാക്കി കഴിക്കാനൊന്നും പാടില്ല. കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതൊരു ആഡഡ് ടേസ്റ്റ് കൊടുക്കും അതിന്. അപ്പം ഞാൻ ഇതിങ്ങനെ ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്തിട്ട് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തു ഇതിന് കേട്ടോ. ഇതിനൊരു ചെറിയ റോസ്റ്റിംഗ് കളർ വന്നു. ഇനി ഇതിനെ ഞാൻ മാറ്റാൻ പോവാണ്. ഇനി ഞാൻ ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിലൊരു 150 ഗ്രാം ഉണ്ടാവും. നിങ്ങൾക്ക് ഇത് നെയ്യ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യുക. ഞാൻ കുറച്ച് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, 1 ടീസ്പൂണും കൂടെ ആഡ് ചെയ്തു. ഇപ്പം ഞാൻ ഈ ക്യാരറ്റ് ഇതിലൊന്ന് ഇടാൻ പോകും. ഒന്ന് ക്യാരറ്റിനെ റോസ്റ്റ് ചെയ്യുക. ഒരു 2 to 3 മിനിറ്റ്സ് ഇതിനെ ഒന്നിങ്ങനെ നന്നായി റോസ്റ്റ് ചെയ്യുക കേട്ടോ. ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യണം. എന്നിട്ട് ഞാനിതിനെ ഇളക്കുന്നില്ല, ഞാനിതിനെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കാൻ പോകണം. എന്തിനാ അറിയോ, ഈ ക്യാരറ്റിൻ്റെ പച്ച മണം ഒന്ന് പൂവും വേണം. പഞ്ചസാര ഇട്ടിട്ട് അതൊന്ന് വെള്ളം വരുന്നത് ഒന്ന് വേഗം വെന്ത് കിട്ടും. അപ്പം ഞാനിതിനെ ഇപ്പോൾ ഒന്ന് അടച്ച് വയ്ക്കാൻ പോവാണ്. ഇതങ്ങനെ ഇപ്പോൾ നോക്കിക്കോളൂ, ഈ ക്യാരറ്റിൻ്റെ കളറ് മാറിയിട്ടുമില്ല. അതൊന്ന് കുറച്ച് വെള്ളം റിലീസായി. ഇനി ഈ വെള്ളം മുഴുവനൊന്ന് വറ്റാൻ വേണ്ടി കാത്തിരിക്കുക. അതൊന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ക്യാരറ്റ് ഒന്ന് നന്നായി സോഫ്റ്റാവും. പിന്നെ ആ പച്ച മണമുണ്ടല്ലോ അതൊന്ന് പോവും. ഇനി ഇതൊന്ന് വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് പാല് ആഡ് ചെയ്യാം. ഇപ്പം ഞാനിതിലേക്ക് ഇങ്ങനെ 2 കപ്പ് പാൽ ഒഴിക്കുകയാണ്. പാലിപ്പോൾ നന്നായി തിളച്ചു. ഇപ്പം ഞാൻ ഈ പൊടിച്ച അണ്ടിപ്പരിപ്പും പച്ചരിയും കൂടിയുള്ള മിശ്രിതം ചേർക്കുകയാണ് കേട്ടോ. ഇതെന്തിനാ അറിയോ, ഇത് നല്ലൊരു ടേസ്റ്റ്, അണ്ടിപ്പരിപ്പ് അരിച്ചതും ഈ പച്ചരിയും കൂടെ അരിച്ചതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു തിക്നെസ് എന്ന് മാത്രമല്ല ഇതിന് ഭയങ്കര ഒരു ആഡഡ് ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ ഇത് ഒന്ന് ഇനി നന്നായി തിളച്ച് വരട്ടെ. നിങ്ങൾക്ക് ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാം. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ കണ്ടൻസ് മിൽക്ക് ഇല്ല എന്ന് മാത്രമല്ല, ഞാൻ എന്താ വിചാരിച്ചിരിക്കുകയെന്ന് വെച്ചാൽ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിൽ ചിലപ്പോൾ മധുരം ആഡ് ചെയ്യേണ്ടി വരില്ല. പക്ഷേ എനിക്ക് നല്ല തിക്ക് പാലാണ്. അപ്പം ഞാൻ ഇനി ഇതിൽ അത് ആഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇനി എനിക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ടി വരും. കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗുണമുണ്ട്, നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ട. അപ്പോൾ ഇത് നന്നായി ഒന്ന് തിളച്ച് ഒരു തിക്നെസ് വരട്ടെ. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായി തിളച്ചു. ഈ സൈഡിൽ വരുന്ന ഈ ക്രീമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇങ്ങനെ നന്നായി എടുക്കുക. ഇതൊന്നും അതിൻ്റെ തിക്നെസ്സാണ് അതൊക്കെ അതിന് ആഡഡ് ടേസ്റ്റ് കൊടുക്കും.
ഇപ്പോൾ എൻ്റെ പായസം ഖീർ എന്ന് പറയുന്നത് തണുക്കുമ്പോൾ ഒന്നുകൂടി നന്നായി കുറുകും. ഈ സമയത്ത് ഞാൻ 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്, ഏലക്കായ നന്നായി ഒന്ന് പൊടിച്ചിട്ട് ഇതിൽ ചേർക്കാൻ പോകണം. ഏലക്കായൻ്റെ നല്ല മണം വരണം. അപ്പം ഞാനിതിനെ ഒന്നിങ്ങനെ, ഈ സമയത്ത് ഞാൻ നല്ലോണം 1 ടീസ്പൂൺ ഏലക്കായ, ഇത് നല്ലൊരു ഫ്ലേവർ ഇതിന് കൊടുക്കും. ഇപ്പോൾ എൻ്റെ പായസം റെഡിയായി. ഇനി ഇത് പാത്രത്തിലാക്കി തണുക്കുമ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഞാനിതിന് കൂടുതൽ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, അപ്പം ആഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ ഞാൻ കേട്ടോ. ഇതിൻ്റെ ആ റോ റൈസ് ആൻഡ് കാഷ്യൂ വെച്ച് ഞാൻ പൊടിച്ച പൊടിയുടെ തിക്നെസ് ഇതിൽ നന്നായി കാണുന്നുണ്ട്, ടേസ്റ്റും കൂട്ടും. അപ്പോൾ ഇനി ഞാനിതിൻ്റെ മുകളിലേക്ക് ഇത് ഓഫ് ചെയ്ത ശേഷം ഏലക്കായ ഇട്ടു. ഇതാ ഈ വറുത്ത ബദാമ്പ്, നെയ്യിൽ വറുത്ത ബദാമ്പ് അതും കൂടെ ഇതിലേക്ക് തേക്കുകയാണ്. അപ്പോൾ എൻ്റെ യമ്മിയസ്റ്റ് എന്ന് പറയാം ഖീർ. ഇപ്പോൾ നല്ല ചൂടുണ്ട്. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തിട്ട് കഴിക്കുന്നതാണ് നല്ലതെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാതെ ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ എൻ്റെ ടേസ്റ്റി യമ്മിയസ്റ്റ് ക്യാരറ്റ് ഖീർ, ക്യാരറ്റ് പായസം റെഡിയായി. ഇതെല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നിങ്ങളാരും ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കൂട്ടുകാരെ. സോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഞാനിനി ഇതിന് എൻ്റെ തണുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി ഇതൊന്ന് പാത്രത്തിലാക്കട്ടെ. ഇപ്പോൾ യമ്മി ടേസ്റ്റി ക്യാരറ്റ് ഖീർ റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാം, നോക്കിക്കോളൂ. നട്ട്സും ഇതൊക്കെ ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് വളരെ കുറച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഇത് നല്ല ഉഗ്രനായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ക്യാരറ്റ് ഖീർ ഒന്ന് ട്രൈ ചെയ്യുക. അതാണ് ആഡഡ് ടേസ്റ്റ്. ഏതാ വെച്ചാൽ നമ്മൾ അണ്ടിപ്പരിപ്പും ഇതും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി കണ്ടൻസ് മിൽക്ക് ഒഴിച്ചാൽ കുറച്ചുകൂടി അത് തിക്കാവുമായിരിക്കും, പക്ഷേ എൻ്റെ പാല് നല്ല തിക്കാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.